നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തമിഴ്നാട്. അപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോയുടെ വിശേഷങ്ങൾ കോഴിക്കോട്, അപ്സര, അതുപോലെ തന്നെ പാലക്കാട്, വടക്കുംചേരി, അങ്ങനെ ഒരുവിധം എനിക്ക് കൊണ്ട് പറ്റുന്ന തിയേറ്ററുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കാണിച്ചത് പാലക്കാടാണ്. അപ്പോൾ കോയമ്പത്തൂർ PVR എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്റർ കഴിഞ്ഞിട്ട് പാലക്കാടാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ വീണ്ടും ഞാൻ നമ്മുടെ തൃശ്ശൂരൊക്കെ കംപ്ലീറ്റ് മഴയാണ്, എറണാകുളമൊക്കെ മഴയാണ്. അപ്പോൾ എറണാകുളം കോട്ടയത്തേക്കൊക്കെ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് ഞാനിന്ന് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് നേരെ വീണ്ടും കോയമ്പത്തൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ കോയമ്പത്തൂർ ഞാൻ കാണിക്കാത്തൊരു തിയേറ്റർ, അതായത് ടർബോ സിനിമ ഇപ്പോഴും ഇവിടെ കളിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലും മാളുകളിൽ ഓരോ തിയേറ്ററിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റെസ്പോൺസ് എടുക്കാൻ കഴിയില്ല. നമ്മുടെ തൃശ്ശൂരായാലും അങ്ങനെ നമുക്ക് മറ്റേ ശോഭ സിറ്റിയിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കോയമ്പത്തൂർ ഒരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ അങ്ങനെ 52,11,00,000 രൂപ ഓക്കെ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോക്സ് ഓഫീസൊക്കെ അടിച്ചു പൊട്ടിച്ചു. നെഗറ്റീവ് കുറ്റങ്ങളൊക്കെ പറഞ്ഞവർക്കുള്ള അണ്ണാക്കിലുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഗാന്ധിപുരത്തേക്കുള്ള ബസ്സിൽ കയറിയുണ്ട് കേട്ടോ. വേണ്ട ബസ് വേണ്ട. അവിടെ KG സിനിമാസിലാണ് ടർബോ കളിക്കുന്നത്. 7:15 ഷോട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിപുരം പോയി ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കാം. ഒരു പ്രത്യേക രസമാട്ടോ തമിഴ്നാട് ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ്. പിന്നെ ചാർജൊക്കെ കുറവാട്ടോ ബസ്സിൽ. 5 രൂപ, 10 രൂപ, 3 രൂപ അങ്ങനത്തെ ചാർജുകളൊക്കെയാണ്. ഒരു പ്രത്യേക ടൈപ്പാണ്, നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നല്ല. അപ്പോൾ ഇതാ കോയമ്പത്തൂർ കണ്ട, കോയമ്പത്തൂർ കോർപ്പറേഷൻ ടൗൺ ബസ് സ്റ്റാൻഡ് കേട്ടോ, അതായത് ഗാന്ധിപുരം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് വേറെ ബസ് ഉക്കടം ബസ്സിൽ കയറി പോകണം. അത്ര അവിടെ KG എന്ന് പറഞ്ഞാൽ മതി. KG അവിടെ ഇറക്കി തരും, KG തിയേറ്റർ. ഓക്കെ, ഉക്കടം ബസ് നോക്കാം. അപ്പോഴേ ഞാൻ നമ്മുടെ ഉക്കടത്തുനിന്ന് വണ്ടി കയറിയിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഗാന്ധിപുരത്ത് നിന്ന് വണ്ടി കയറിയിട്ട് ഇപ്പോൾ വന്ന് നിൽക്കണത് കറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇത് ശാന്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയേറ്ററാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വന്ന വഴിയിൽ തന്നെയാണ്. അപ്പോൾ സൈഡിലിരിക്കുന്ന അണ്ണൻ പറയാമെന്ന് പറഞ്ഞിട്ട് ആൾ മൊബൈലിൽ കളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് കണ്ടക്ടറോട് ചോദിക്കുകയല്ല സ്റ്റെൻസ് നിന്നിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു അത് കഴിഞ്ഞു പോയില്ല പറഞ്ഞു. പക്ഷേ കണ്ടക്ടറിൻ്റെ ഒന്ന് ടിക്കറ്റും മേടിച്ചിട്ടില്ല. എന്നിട്ട് ഇറങ്ങുമ്പോഴാണ് ഞാൻ ടിക്കറ്റ് കൊടുത്തത്. 10 രൂപ കൊടുത്തു. ടിക്കറ്റ് ഞാൻ മേടിച്ചില്ല, 10 രൂപ കൊടുത്തു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി പോകണം. ഒരു 1/2 കിലോമീറ്ററോളം നടക്കണം എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അവിടെ പോയി കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഈ തിയേറ്റർ നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ടോ, PT സ്റ്റാർ. അന്ന് നമ്മൾ കോയമ്പത്തൂർ PVR തിയേറ്റർ കാണിക്കുമ്പോൾ ഒരു ആദി എന്ന് പറഞ്ഞിട്ടുള്ള നടനും സംഗീത സംവിധായകനൊക്കെ വന്നില്ലേ. അപ്പോൾ ആളുടെ പടമൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഇത് ശാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്ററാണ് കേട്ടോ. ഒരു കണക്കിന് വഴി, അതായത് ക്ലിയർ ആയിട്ട് പറയാതെ പോയാൽ കുഴപ്പമില്ല. കാരണം വെച്ചാൽ എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ സാധാരണ ക്യാമറയുടെ ബാഗ് ഉണ്ടാവും. ഇപ്പം ഇന്ന് ബാഗ് എടുത്തിട്ടില്ല. കാരണം മഴയൊക്കെ കാരണം ചിലപ്പോൾ ഇവിടെ മഴയാണെങ്കിൽ പിന്നെ ക്യാമറയൊക്കെ നനഞ്ഞു. അപ്പോൾ ഞാൻ ഫോണിലെടുക്കാനുള്ള ഒരു പരിപാടിയില്ല. അപ്പോൾ ഫോണിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുട്പാത്ത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂരൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നടക്കാമല്ലോ, അതൊരു രസമല്ലേ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടല്ലേ, അല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ അല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാം. നമുക്ക് ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് ഓർമ്മ വരികയാണ്, നമുക്ക് ചോദിച്ച് പോവാം. അപ്പോൾ ടർബോ സിനിമ നമ്മുടെ കോയമ്പത്തൂർ മാത്രമായിട്ട് തന്നെ 8 സ്ക്രീനിൽ കളിക്കുന്നുണ്ട്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അപ്പോഴാണ് ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് പിന്നെ ഞാനിപ്പോൾ ഫുള്ള് തിയേറ്ററുകളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അന്ന് PVR മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരെ പാലക്കാട് പോയി. അപ്പോൾ മഴയും കാര്യങ്ങളും അന്തരീക്ഷം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ പാലക്കാട് ഒരു തിയേറ്റർ ഞാൻ വിട്ടുപോയത് കേട്ടോ, ക്ഷമിക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ചോട്ടിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടിപൊളി തിയേറ്ററുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നവിടെയാണെങ്കിൽ നമ്മൾ വന്ന് കവർ ചെയ്യും കേട്ടോ. പിന്നെ വലിയ കട്ടൗട്ടർ, വലിയ ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാം. അപ്പോൾ അതൊക്കെ വന്ന് നമുക്ക് പറ്റുന്നതാണെങ്കിൽ വന്ന് വീഡിയോ എടുക്കാമേ. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടേ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതാണ്ട ഈ ഒരു സർക്കിളിൻ്റെ റൈറ്റിലേക്ക് നടന്നാൽ മതിയിട്ടാ. തിയേറ്റർ ഇവിടെയാണ്. അപ്പോൾ ഒരു സിനിമയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, പിന്നെ കോയമ്പത്തൂർ തന്നെ ഒരുപാട് സിനിമ തിയേറ്റർ ഉണ്ടല്ലോ. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ആണ്. അപ്പോൾ 2 തിയേറ്റർ, നേരത്തെ കാണിച്ച തിയേറ്റർ ഇപ്പോൾ ഇതും. ഇവിടുന്ന് കുറച്ചുകൂടിയാണ് നടന്നാൽ മതി. ബോർഡ് കാണാമെന്നൊരു ചേട്ടൻ പറഞ്ഞു. നമ്മുടെ അവിടുത്തെ പോലെ തിയേറ്റർ റെസ്പോൺസ് നമുക്കിവിടെ എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം 5 സിനിമയൊക്കെ ഒരുമിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏതാണെന്ന് വെച്ചിട്ട് നമുക്ക് റെസ്പോൺസ് ചോദിക്കാൻ കഴിയില്ല. ഒറ്റ തിയേറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക്, ഒറ്റ സ്ക്രീനാണെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പം ഇന്ന വീടാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ റെസ്പോൺസ് എടുക്കാൻ പറ്റാത്തത്. പാലക്കാട് പോയപ്പോൾ നമ്മൾ റെസ്പോൺസ് എടുത്തതാണ്. ഫാമിലി ഓഡിയൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം.
അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചിട്ടുള്ള വീഡിയോ ഇട്ടുള്ളതാണ്. ഈ തിയേറ്ററിലേക്ക് പോകുന്ന വഴിക്കാനാണ്ടോ KG ഒരു വലിയൊരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ, വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ അതൊക്കെ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ്ടോ തിയേറ്ററിൻ്റെ. നമുക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ KG സിനിമ തിയേറ്ററിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ടർബോ ഫ്ലക്സ് അവിടെ കാണാനുണ്ട്, നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ വലിയൊരു തിയേറ്ററാണ് കേട്ടോ. നമ്മുടെ ടർബോ ഞാൻ സൂം ചെയ്ത് ക്ലിയർ കളയുന്നില്ല, അവിടെ ചെന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂരുള്ള KG സിനിമാസ്, KG തിയേറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ മമ്മൂട്ടിയുടെ ടർബോയുടെ ആ ഒരു ഫ്ലക്സ് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം. ഞാനൊന്നുകൂടിയും ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യം ഫ്രണ്ടിൽ തന്നെ കേട്ടോ. എൻ്റെ ചുറ്റും നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉള്ള ഒരു വലിയൊരു തിയേറ്ററാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തിയേറ്ററിലേക്ക് പോകാം. എന്തായാലും ഒരുപാട് സിനിമകൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒപ്പം തന്നെ തലവനൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ഗുരുവായൂരമ്പലം നടയിൽ ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു, നമുക്ക് നോക്കി നോക്കാം. എന്തായാലും തിയേറ്ററിൻ്റെ മുന്നിൽ തന്നെ വെച്ചിട്ട് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഈ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരുപാട് ഡീഗ്രേഡുകളും നെഗറ്റീവുകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ സിനിമ ഇറങ്ങി അന്ന് മുതൽ ഈ നേരം വരെ ഗംഭീര തിരക്ക് തന്നെയാണ് എല്ലാ തിയേറ്ററുകളിലും. അപ്പോൾ ഞാനിപ്പോൾ കോയമ്പത്തൂർ തിയേറ്ററാണ് കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ പാലക്കാടൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് വീണ്ടും എടുത്ത് പറയുന്നില്ല. പക്ഷേ തൃശ്ശൂർ നമ്മുടെ ദാസേട്ടൻ അതുപോലെ തന്നെ മല്ലു മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർ തൃശ്ശൂർ രാഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗിരിജ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് കോയമ്പത്തൂരാണ് ഫുള്ള് കറക്കം. എന്തായാലും ഇപ്പോൾ ഇന്നലെ വീട്ടിൽ പോയി വീണ്ടും ഇന്ന് വന്നു. അവിടെ മഴ ആയതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂർ കൂടുതൽ പുറത്തേക്ക് കടക്കാത്തത്. ആലുവ അല്ലെങ്കിൽ എറണാകുളം അങ്ങനെ ഒരുപാട് തിയേറ്ററുകളിൽ എനിക്ക് പോകണമെന്നുണ്ട്. മഴ കാരണമാണെങ്കിൽ ഞാൻ പോയിട്ടൊരു വീഡിയോ ചെയ്തിരിക്കും. അപ്പോൾ ഈ കോയമ്പത്തൂർ തിയേറ്റർ വെച്ച് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എത്ര നെഗറ്റീവുകൾ പറഞ്ഞാലും എത്ര ഡിഗ്രേഡ് ചെയ്താലും ഈ ഒരു സിനിമ വേൾഡ് വൈഡായിട്ട് ഇപ്പോൾ 52,11,00,000 രൂപയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു മഹാവിജയമാണ്. ഇനിയിപ്പോൾ അതിലപ്പുറത്തേക്ക് നമുക്ക് പറയണ്ടല്ലോ. എന്തായാലും നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയിട്ട് വിശേഷങ്ങൾ കാണാം. സിനിമ 7/15 ആണെന്നുള്ളതാണ് ഡൗട്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ, നമ്മുടെ മമ്മൂക്കയുടെ അടിപൊളിയൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. വലിയ കട്ടൗട്ടാണ് കേട്ടോ. അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ്, അത് ഭയങ്കര ഉയരമാണ് തിയേറ്റർ. പിന്നെ തലവൻ കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഓക്കെ, തലവൻ്റെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ സിനിമകളും നമ്മൾ മലയാള സിനിമകൾ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം. ഇത് ബാഗേജ് ഇതാണ് തോന്നുന്നു, ഇത് ബാഗുകൾ വെക്കാനുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ബോക്സ് ഓഫീസ് മുകളിലല്ലേ. അപ്പോൾ ക്ഷമിക്കണം, ഞാൻ ഇവിടുത്തെ മാനേജറായിട്ട് വിളിച്ച് സംസാരിച്ചു. അവിടെ പെർമിഷൻ ഇല്ല വീഡിയോ എടുക്കാനൊന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് നേരിട്ട് വിളിച്ച് പറയണമെന്നൊക്കെ പറയണത്. കുഴപ്പമില്ല, ഞാനപ്പോൾ പറഞ്ഞു ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഓരോ തിയേറ്ററുകൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോറി, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, ക്ഷമിക്കണം. നമ്മുടെ വീഡിയോ കാണുന്നവരോടും ക്ഷമിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു അലൗഡ് അല്ലാത്തതോടെ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ടർബോ സിനിമ, മമ്മൂട്ടിയുടെ സിനിമ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ നമ്മൾ തൃപ്തികരമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരിക്കും. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ നിർത്താൻ പോവാണ്. എന്തായാലും അതിൽ ചെറിയൊരു മാനസികമായിട്ട് ഞാൻ ഒരു ഇതുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല. തിയേറ്ററിൻ്റെ ഇൻറ്റീരിയലും അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ റെസ്പോൺസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഒരു ക്രൗഡ് ഫുള്ളൊക്കെ. ഇപ്പോൾ 3:30 ഷോ കഴിഞ്ഞിട്ടുള്ളൂ ടർബോ. ഇനി 7:15 ഇവിടെ സിനിമയുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ, പെർമിഷനുള്ള തിയേറ്റർ ആണെങ്കിൽ നിങ്ങളിതിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. നല്ലൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും. ടർബോ യാത്ര തുടങ്ങുകയാണ്. വീണ്ടും ഇനി നമ്മൾ അടിപൊളി വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ അവിടേക്ക് മഴ ആയതുകൊണ്ടാണ് ഇപ്പോൾ കോയമ്പത്തൂർ കിടന്ന് കറങ്ങുന്നത്. ഇനിയും കോയമ്പത്തൂർ തിയേറ്ററുകളുണ്ട്, പറ്റെങ്കിൽ അതുകൂടി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരും. PVR പോലെ ഇവിടെ ഒരു പെർമിഷൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. എന്തായാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിറഞ്ഞ സാന്നിധ്യത്തോടുകൂടി ഓടട്ടെ. നമ്മളൊപ്പമുണ്ട്, സപ്പോർട്ടായിട്ട് ഫുള്ള് സപ്പോർട്ട്. ഓക്കെ, കാണുന്ന നിങ്ങളും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവണം. നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.